വെൽക്കം ടു ഗൈഡൻറ്റ് അക്കാദമി. നമ്മളിന്ന് ക്യൂബൻ ഡൈസ് ആണ് നോക്കുന്നത്. ഓക്കെ, എളുപ്പത്തിൽ ക്യൂബൻ ഡൈസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് എക്സാമിന് SSCയുടെയും റെയിൽവേയുടെ ആയാലും ശരി 1 മുതൽ 2 വരെയും ക്വസ്റ്റ്യൻസുകൾ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈസ് എന്താണെന്ന് അറിയാം. ഡൈസ് ഈസ് എ 3 ഡയമെൻഷണൽ ഷേപ്പ്, അതായത് 3 ഡയമെൻഷനിലുള്ള ഷേപ്പാണ് ഡൈസ് എന്ന് പറയുന്നത്. അതിന് ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഈ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിന് 3 സർഫേസുകൾ, അതായത് നമ്മൾ ഒരു ക്യൂബിനെ നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, ഡൈസിനെ നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് 3 സർഫേസുകൾ മാത്രമായിരിക്കും വിസിബിൾ. ബാക്കി 3 സർഫേസുകളും എന്തായിരിക്കും? നോട്ട് വിസിബിൾ ആയിരിക്കും, വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇതിൽ സാധാരണയായിട്ട് ഡൈസിൻ്റെ മുകളിൽ നമ്പർ എഴുതിയിട്ടുണ്ടാകും. ചിലപ്പോൾ ചില ഡോട്ടുകളായിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ എന്തെങ്കിലും സൈനുകളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇനി ഡൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡൈസ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ പ്രോപ്പർട്ടിയാണ്. ഇതിന് 6 ഫേസസ് ഉണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഡൈസിനെ നമുക്ക് 2ആയി തിരിക്കാം. സ്റ്റാൻഡേർഡ് ഡൈസ്, ജനറൽ ഡൈസ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡൈസ്, എന്താണ് ജനറൽ ഡൈസ്? സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുന്നത് നമ്മൾ ലുഡോ ഒക്കെ കളിക്കാറില്ലേ? ലുഡോയിലെല്ലാം കളിക്കുന്ന സമയത്ത് നമ്മൾ 6ൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് 1നെ കാണാൻ പറ്റും, 4ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും ഉണ്ടായിരിക്കുക, 5ൻ്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഓപ്പോസിറ്റ് സർഫേസിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ആയിരിക്കും. ഇങ്ങനെയുള്ള ഡൈസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുന്നത്. ജനറൽ ഡൈസ് എന്ന് പറയുന്നത് ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് സർഫേസ്, അതായത് ഒരുമിച്ച് നിൽക്കുന്ന 2 സർഫേസിൻ്റെ സം എന്തായിരിക്കും? 7 ആയിരിക്കും. ഇതാണ് ജനറൽ ഡൈസ്. ഓക്കെ, ഇനി നമുക്ക് 2 ഡൈസിനെ നോക്കിയിട്ട് പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 ഡൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡൈസിന് തന്നെ 2 രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുക. ഓക്കെ, അതായത് ഇത് 2 ഡൈസുകളും എന്താണ്? ഒരേ ഡൈസിൻ്റെ 2 രീതിയിൽ എന്താ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ 2 രീതിയിൽ കാണിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു നമ്പർ കോമൺ ആയിട്ട് കാണാം. നോക്കി നോക്കൂ, നിങ്ങൾക്ക് കാണുന്നില്ലേ? 4 എന്നുള്ള നമ്പർ എന്താണ്? കോമൺ ആണ് അല്ലേ? 4 എന്നുള്ള നമ്പർ കോമൺ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ മാത്രം കോമൺ ആണെങ്കിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം? എങ്ങനെ ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 4 കോമൺ ആയിട്ട് ഇരിക്കുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് ഇരിക്കുന്ന നമ്പറിനെ നമ്മൾ ഒന്നുകിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ ഇതിനൊന്ന് തിരിക്കാം. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നത്. ഓക്കെ, നമുക്കിതിനെ ക്ലോക്ക് വൈസിൽ ഒന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ആദ്യം ഈ ഡൈസ് എടുക്കുക, നമ്മൾ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ തിരിക്കുക. ഓക്കെ, തിരിക്കുമ്പോൾ നമ്മൾ 4ൽ നിന്ന് 6ലേക്ക് പോകും, 6ൽ നിന്ന് 1ലേക്ക് പോകും. അത് അതേപോലെ എഴുതി വയ്ക്കുക. 4, 6, 1 ആ ക്രമത്തിൽ തന്നെ എഴുതി വയ്ക്കുക. അടുത്തത് നമ്മൾ അതേ ഡൈസിൻ്റെ വേറൊരു രൂപം അടുത്തത് കാണിച്ചിരിക്കുന്നത്, അതിനെയും അതേപോലെ ഇവിടെ ക്ലോക്ക് വൈസിലല്ലേ തിരിച്ചത്, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്ലോക്ക് വൈസിലേക്ക് തിരിക്കുക. തിരിക്കുമ്പോൾ 4ൽ നിന്ന് 3ലേക്ക് പോകും, 3ൽ നിന്ന് 5ലേക്ക് പോകും, 4ൽ നിന്ന് 3ലേക്ക് പോകും, 3ൽ നിന്ന് 5ലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാം 6 3യുടെ ഓപ്പോസിറ്റ് ആണെന്നും 1 5ൻ്റെ ഓപ്പോസിറ്റ് ആണെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതായത് ഇവിടെ 1 വന്നു, 6 വന്നു, 3 വന്നു, 5 വന്നു. 6ന് 3 ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ 3ന് 6 ഓപ്പോസിറ്റ് ആണ്. 1 5ന് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ 5 1ന് ഓപ്പോസിറ്റ് ആണ്. ഇനിയുള്ള നമ്പർ, ബാക്കിയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായിരിക്കും എന്ത്? 4ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അത് 2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. എന്താണ്? 5 ആണ് രണ്ടാമത്തെ ഈ ചിത്രത്തിൽ കാണുന്ന, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതിൽ കോമൺ ആയിരിക്കുന്നത് 5 ആണ്. അപ്പം 5ൽ നിന്ന് ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്.
ഈ ക്ലോക്ക് വൈസിലേക്ക് തിരിക്കുമ്പോഴോ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴോ രണ്ട് ഇമേജിലും ഒരേപോലെ തിരിക്കണം. അതായത് ഒന്നിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റതിലും ക്ലോക്ക് വൈസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഇവിടുന്ന് ക്ലോക്ക് വൈസിൽ തിരിക്കുവാണെങ്കിൽ 5, 2, 1, അതായത് 5, 2, 1 എന്നും, ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുവാണെങ്കിൽ 5, 4, 3, അതായത് 5, 4, 3 എന്നും കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 4ൻ്റെ ഓപ്പോസിറ്റ് ആണെന്നും 1 3യുടെ ഓപ്പോസിറ്റ് ആണെന്നും 5 എന്താണ്, 5 ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാണ്, ഇല്ലാത്ത നമ്പർ 6 അല്ലേ, 5ൻ്റെ ഓപ്പോസിറ്റ് 6 ആണെന്നും പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഇതിൽ നിന്ന് ചെറുതായിട്ടൊരു എക്സ്ട്രാ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടും കൂടെ പറയാം. നമ്മളോട് ചോദിക്കുവാണ് 4ൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഒരു ചിത്രം വെച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. നമ്മൾ ഇതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഒരു കോമൺ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുവാണെങ്കിൽ, അതായത് ഒരേ ഒരു കോമണേ ഉള്ളൂ, ആ കോമൺ നമ്പറിൻ്റെ, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഒരേ ഒരു കോമൺ നമ്പറേ ഉള്ളൂ, അത് 4 ആണ്. ആ 4ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതിൽ ഏത് നമ്പറാണോ കാണാത്തത് ആ നമ്പറിനെ എടുത്ത് എഴുതിയാൽ മതി. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും 4ൻ്റെ ഓപ്പോസിറ്റ് ഈ ചിത്രത്തിൽ കാണാത്തത് 2 ആണ്, അതുകൊണ്ട് 2 ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, സമയം എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. ക്ലിയർ. അടുത്തത് എന്ന് പറയുന്നത് നമ്മളോട് 1ൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് 1ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 1ൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ 1ൽ അവസാനം എത്തുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഞാൻ 4ൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 1ലേക്ക് അവസാനിക്കണമെങ്കിൽ ഞാൻ ക്ലോക്ക് വൈസിൽ തിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ക്ലോക്ക് വൈസിൽ തിരിച്ചാലേ 1ലേക്ക് അവസാനിക്കുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസിൽ 4ൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവസാനിക്കുന്നത് 6ലേക്കായിരിക്കും, അല്ലേ? 6ലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസിൽ തിരിച്ചു. എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? 1ൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 1ലേക്ക് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് അവസാനിക്കുന്നത്? അത് 5ലേക്കായിരിക്കും. ഒരിക്കലും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്താൽ മാത്രം മതി. 4ൽ നിന്ന് ക്ലോക്ക് വൈസ് തിരിച്ചാലാണ് 1ൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചിത്രത്തിൽ നിന്നും ഞാൻ 4ൽ നിന്ന് ക്ലോക്ക് വൈസ് തന്നെ തിരിക്കുക. അവസാനിക്കുന്ന നമ്പർ 5 ആണ്. ഓക്കെ അല്ലേ? 5 അവസാനിക്കുന്ന 4ൽ നിന്ന് തിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും 1ൻ്റെ ഓപ്പോസിറ്റ് 5 അല്ലെങ്കിൽ 5ൻ്റെ ഓപ്പോസിറ്റ് 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുവാണ് നിങ്ങളോട് 6ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. നമുക്ക് 6ൻ്റെ ഓപ്പോസിറ്റ് കാണണമെങ്കിൽ നമ്മൾ അവസാനിക്കുന്ന രീതിയിൽ 6 അവസാനിക്കുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 6ൽ അവസാനിക്കും, അല്ലേ? ഇതാ നോക്കാം, ഇതൊന്ന് മയക്കുവാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ 6ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാലേ 4ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാലേ 6ലേക്ക് അവസാനിക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് ഞാൻ ഇവിടെയും ഈ പിക്ചറിലും ഞാൻ എന്ത് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുവാണെങ്കിൽ ഞാൻ ഇതേപോലെ തിരിക്കേണ്ടി വരും. അപ്പോൾ 3ലാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം 6 3യുടെ ഓപ്പോസിറ്റ് ആണെന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ മാത്രം റൊട്ടേറ്റ് ചെയ്താൽ മതി. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ചോദിച്ച ചോദ്യം അതായത് 5ലാണ് അവസാനിക്കുന്നത്, 5ൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോമൺ നമ്പറിലേക്ക് 5 അവസാനിക്കുന്ന രീതിയിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? ഓക്കെ, അതിനനുസരിച്ച് മറ്റൊരു ചിത്രത്തിലെ മറ്റൊരു അതേ ഡയസിൻ്റെ മറ്റൊരു രൂപത്തിലും അതേപോലെ എന്ത് ചെയ്താൽ മതി? ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ തിരിച്ചിട്ട് അവസാനിക്കുന്ന നമ്പർ ഏതാണെന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു കോമൺ മാത്രമേ ഉള്ളപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് 2 കോമൺ വന്നാലോ? 2 കോമൺ വന്നു കഴിഞ്ഞാൽ, അതായത് 2 ഡയസ് ഉണ്ട്. 2 ഡയസ് തന്നെ, ഒരു ഡയസിൻ്റെ തന്നെ 2 രൂപങ്ങൾ. ഓക്കെ, അതിൽ നമുക്ക് 2 നമ്പറുകൾ കോമൺ ആയി കാണാം. നോക്കൂ, ഇവിടെ 5ഉം 2ഉം 2ലും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5 2 കോമൺ ആണ്. ഇവിടെ 5 2 കോമൺ ആണ്. ബാക്കിയുള്ള നമ്പർ ഏതൊക്കെയാണ്? 3ഉം 6ഉം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3 6ന് ഓപ്പോസിറ്റ് ആണെന്ന്. 3 6ന് ഓപ്പോസിറ്റ് ആണെന്ന്.
ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം. ക്ലിയർ? വളരെ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2ൻ്റെ ഓപ്പോസിറ്റും 5ൻ്റെ ഓപ്പോസിറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ 2 ഡയസിനെ വെച്ചിട്ട്, ഒരു ഡയസിൻ്റെ 2 രൂപങ്ങൾ വെച്ചിട്ട് 2 കോമൺ ആണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും 2ൻ്റെയും 5ൻ്റെയും എന്ത് പറയാൻ പറ്റില്ല? എക്സാക്റ്റ് ഓപ്പോസിറ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കറിയാം ഇവിടെ ബാക്കിയുള്ള നമ്പറുകൾ 1ഉം 4ഉമാണ്. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ ഓപ്പോസിറ്റ് 1 or 4 ആയിരിക്കും. അതേപോലെ 5ൻ്റെ എന്തായിരിക്കും? 1 or 4 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോമൺ എടുക്കുക. 2നെ കോമൺ ആക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ തിരിക്കുക. അപ്പം നമുക്ക് 2, 3, 5 എന്ന് കിട്ടും ക്ലോക്ക് വൈസിലാണെങ്കിൽ. അതേപോലെ ഇതിനെയും തിരിക്കുക 2, 5, 6, 2, 5, 6. നോക്കൂ, ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ? 3ൻ്റെ ഓപ്പോസിറ്റാണ് 5, മറ്റൊന്ന് ആണെന്ന് 6ൻ്റെ ഓപ്പോസിറ്റാണ് 5. ഇവിടെ എന്ത് ചെയ്യുക? 5നെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് കിട്ടും 3ൻ്റെ ഓപ്പോസിറ്റ് 6 ആണെന്ന്. ഓക്കെ, കോമൺ ആയിട്ടുള്ള 5നെ കട്ട് ചെയ്ത് കളയുക. 3ൻ്റെ ഓപ്പോസിറ്റാണ് 6 അല്ലെങ്കിൽ 6ൻ്റെ ഓപ്പോസിറ്റാണ് 3 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ശ്രദ്ധിച്ചു നോക്ക്, നമ്മൾക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള 2 നമ്പറിനെയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 നമ്പറുകളും പരസ്പരം എന്തായിരിക്കും? ഇതേപോലെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് 2ൻ്റെയും 5ൻ്റെയും ഏത് നമ്പറുകളാണ് കാണാത്തത് അത് 1 or 4 ആണ്. അതുകൊണ്ട് 2 ഓപ്പോസിറ്റ് 1 അല്ലെങ്കിൽ 4 ആയിരിക്കും. 5ൻ്റെ ഓപ്പോസിറ്റ് 1 or 4 ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് കേസ് നമ്പർ 3. അതായത് ഒരു കോമണും ഇല്ല. ഒരു കോമണും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ടോപ്പിലിരിക്കുന്ന ആൾ ടോപ്പിൻ്റെ ഓപ്പോസിറ്റും, ഓക്കെ, ഈ അടുത്തിരിക്കുന്ന ആൾ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ പരസ്പരം ഓപ്പോസിറ്റും, അകന്നിരിക്കുന്ന ആൾക്കാർ പരസ്പരം ഓപ്പോസിറ്റും ആയിരിക്കും. അത് ചുരുക്കി പറഞ്ഞാൽ 1 4നും 3 5നും 6 2നും ഓഫ് ആയിരിക്കും. ടോപ്പിന് ഓപ്പോസിറ്റ്. ഈ റൈറ്റ് സൈഡിലിരിക്കുന്നത് ഈ തൊട്ടടുത്തിരിക്കുന്നത് അത് പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. അകന്നിരിക്കുന്നത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റും ആയിരിക്കും. ഇതാണ് നോ കോമണിലെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കേസുകളും പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് ഓപ്പൺ ഡയസ് ആണ്. അതായത് ഒരു ഡയസിനെ നമുക്ക് പല രീതികളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ചോദിക്കുവാണ് ഇവിടെ 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2നെ ഇവിടെ നിന്ന് ഒന്ന് ജമ്പ് ചെയ്യുക, ഒന്ന് ഗ്യാപ്പിട്ട് ജമ്പ് ചെയ്യുക. അതെന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. 2 എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? 6ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ 1ൽ നിന്ന് ഒന്ന് ജമ്പ് ചെയ്യുക, 4ലേക്ക് എത്തും. അപ്പോൾ എന്തായിരിക്കും? 1 4ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി 3ൽ നിന്നും ഒന്ന് ജമ്പ് ചെയ്യുക, അപ്പോൾ 5ലേക്ക് എത്തും. അപ്പോൾ 5 3ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതേപോലെ അടുത്തത് നോക്കാം. ഡി ഒന്ന് ജമ്പ് ചെയ്യുക, നമ്മൾ ബിയിലേക്ക് എത്തും. അപ്പോൾ ഡി ബിന് ഓപ്പോസിറ്റാണ്. ഓക്കെ, സിയിൽ നിന്ന് ഒന്ന് ജമ്പ് ചെയ്യുക, എഫിലേക്ക് എത്തും. അപ്പോൾ സി എഫിലെ ഓപ്പോസിറ്റ് ആയിരിക്കും. എയിൽ നിന്നും ഒന്ന് വിട്ടിട്ട് ഒന്ന് ജമ്പ് ചെയ്യുക, അപ്പോൾ എയിൽ നിന്ന് ഇയിലേക്ക് എത്തും. അപ്പോൾ എ ഇന് ഓപ്പോസിറ്റ് ആയിരിക്കും. വെരി ഗുഡ്. അടുത്ത ഒന്ന് നോക്കാം. ഇപ്പോൾ 2ൽ നിന്ന് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ജമ്പ് ചെയ്യുക, അപ്പോൾ 2 4ന് ഓപ്പോസിറ്റ് ആയിരിക്കും. 3ൽ നിന്ന് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ജമ്പ് ചെയ്യുക, അപ്പോൾ 5ലേക്ക് എത്തും. 3 5ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ബാക്കിയുള്ള നമ്പർ 1ഉം 6ഉം ആണല്ലേ. അതുകൊണ്ട് തന്നെ 1ഉം 6ഉം എന്താണ്? പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? ഓപ്പോസിറ്റ് അല്ല. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ സമീപത്ത് തൊട്ട് നിൽക്കുന്ന സൈഡിനെയാണ് നമ്മൾ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അഡ്ജസൻ്റ് ആയിരിക്കില്ല, അതായത് ചേർന്ന് നിൽക്കില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓപ്പോസിറ്റുള്ള ആൾക്കാർ എന്തായിരിക്കില്ല? അഡ്ജസൻ്റ് ആയിരിക്കില്ല.
അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാം 1 ഒരിക്കലും 2ൻ്റെ ഓപ്പോസിറ്റില്ല. കാരണം എന്താ, 1 2ന് ചേർന്ന് നിൽക്കുകയാണ് അല്ലേ. അതേപോലെ 1 3നോട് ചേർന്ന് നിൽക്കുകയാണ്. 3 ഒരിക്കലും ഓപ്പോസിറ്റ് ആയിരിക്കില്ല. 1 ഒരിക്കലും 6ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല. ഇനി സാധ്യത 4ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, അകന്ന് നിൽക്കുന്നത് അതാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മുന്നോട്ടേക്ക് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശരി. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഇതുപോലെയായിരിക്കും നമുക്ക് പ്രോബ്ലംസുകൾ തരിക. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ. The 6 faces of which are numbered from 1 to 6. Select the number that will be on the face opposite to the one showing 3. അതായത് 3യുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1 മുതൽ 6 വരെയാണ് ഇതിലെ നമ്പറുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന 3യുടെയാണ്. നമുക്ക് ഇതിൽ കോമൺ ഏതാണെന്ന് നോക്കാം. കോമൺ 3 തന്നെയാണ്. അതായത് ചോദിച്ചിരിക്കുന്നത് 3ൻ്റെ ഓപ്പോസിറ്റാണ്, കോമൺ 3 തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തിനെയാണ് 3 ആണ് കോമൺ. 3യുടെ കോമൺ എല്ലായ്പ്പോഴും ഇതിൽ കാണാത്ത നമ്പർ ഏതാണോ അതായിരിക്കും. ഇതിൽ കാണാത്ത നമ്പർ ഏതാണ്? 4 അല്ലേ. അപ്പം വളരെ സിമ്പിൾ, വിത്തിൻ സെക്കൻഡ് നമുക്ക് ആൻസർ എഴുതിക്കൂടെ? വെരി ഗുഡ്, ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവിടെ നോക്കേണ്ടത് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ കോമൺ എന്താണെന്ന്. ഇവിടെ നോക്കുന്ന സമയത്ത് 2 നമ്പർ കോമണുകളാണ്, 1ഉം 5ഉം കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 5നെ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ള നമ്പർ 2ഉം 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ 2 4നും 4 2നും പരസ്പരം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് പറയാം? വളരെ സിമ്പിളായിട്ട് 2 ആണെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ചോദിച്ചിരിക്കുന്നത് 5ൻ്റെ ഓപ്പോസിറ്റാണ്. ശ്രദ്ധിക്കുക, 5ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരേ ഒരു നമ്പർ മാത്രമേ കോമൺ ആയിരിക്കുന്നത്. അത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 5ൻ്റെ ഓപ്പോസിറ്റാണ്. ആ നമ്പർ തന്നെയാണ് കോമൺ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റാത്ത നമ്പർ ഏതാണ്? ഈ 2 ഡൈസിൽ കാണാൻ പറ്റാത്ത നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതുകൊണ്ട് 6 തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 5 3 1 5 3 1 ക്ലോക്ക് വൈസിൽ. ഇവിടെ എന്താണ്? 5 2 4 5 2 4. ഇവിടെ 2 3ന് കോമൺ, 1 4ന് കോമൺ. ഇനി ഇല്ലാത്ത നമ്പർ ആയിരിക്കും 6 അല്ലേ. അപ്പോൾ 6 ആണ് 5ൻ്റെ കോമൺ, 5ൻ്റെ ഓപ്പോസിറ്റ്. വെരി സിമ്പിൾ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ആൽഫബറ്റാണ് തന്നിരിക്കുന്നത്, ABCDEC. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. അതായത് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന സിയുടെ ഓപ്പോസിറ്റാണ്. നോക്കുന്ന സമയത്ത് സി മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ചോദിച്ചിരിക്കുന്ന സീനെ കുറിച്ചിട്ടാണ്. കോമൺ ആയിരിക്കുന്നത് സി ആണ്. ഒരേ ഒരു ആൽഫബറ്റ് കോമൺ ആയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ കാണാത്ത ആൽഫബറ്റ് ഏതാണ്? അത് F ആണല്ലേ. F ആണല്ലേ. അപ്പോൾ F ആയിരിക്കും സിയുടെ ഓപ്പോസിറ്റ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. 4ൻ്റെ ഓപ്പോസിറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് കോമൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. സിംഗിൾ കോമണേ ഉള്ളൂ. വളരെ എളുപ്പമായി. സിംഗിൾ കോമൺ ആണെങ്കിൽ നമുക്കിതാ ഇവിടെ 3 ആണ് 2ൻ്റെയും കോമൺ. ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ 4ലേക്ക് അവസാനിക്കുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 3യിൽ നിന്നും ഈ ചിത്രത്തിൽ നിന്നും 3യിൽ നിന്നും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ 1ൽ അവസാനിക്കും. അപ്പോൾ ഇവിടെ 4ലാണ് അവസാനിക്കുന്ന രീതിയിൽ എഴുതി, ഇവിടെ 1ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 4 1ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഞാൻ ഇത് നോർമലായിട്ട് എഴുതുവാണെങ്കിൽ പോലും ഞാൻ എങ്ങനെ എഴുതുക? 3യിൽ നിന്ന് 5ലേക്ക് എത്തി, 5ൽ നിന്ന് 4ലേക്ക് എത്തി, 3യിൽ നിന്ന് 5ലേക്ക് എത്തി, 5ൽ നിന്ന് 4ലേക്ക് എത്തി. അതേപോലെ ഇവിടെ എന്താണ്? 3യിൽ നിന്ന് 6ലേക്ക് എത്തി, 6ൽ നിന്ന് 1ലേക്ക് എത്തി. അപ്പോൾ നമുക്ക് കിട്ടി 4 1ന് ഓപ്പോസിറ്റ്, 5 6ന് ഓപ്പോസിറ്റ്. നമുക്ക് 4ഉം 1ൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, 4ൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 4ന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. 4ന്റെ ഓപ്പോസിറ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിലെ കോമൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. യെസ്, കോമൺ ഒരേ ഒരു നമ്പർ മാത്രമേ കോമൺ ആയി ഇരിക്കുന്നുള്ളൂ, അത് 3 ആണ് അല്ലേ? 3 ആണല്ലോ കോമൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ തിരിക്കണം. നമ്മളിപ്പോൾ ക്ലോക്ക് വൈസ് തിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ 5ലാണ് അവസാനിക്കുക. പക്ഷെ നമ്മൾ 4ൽ അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയാണ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 4ൽ അവസാനിച്ചു. അതേപോലെ 3യിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ എവിടെ എത്തുക? 1ലാണ് എത്തുക. അതുകൊണ്ട് നമുക്ക് 4ന്റെ ഓപ്പോസിറ്റ് 1 ആണെന്ന് പറയാം. ശരി, നമുക്കിതിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരെ ക്ലോക്ക് വൈസ് ആണെങ്കിലോ? ശരി, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതാ നമ്മൾ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പം നമുക്കറിയാം 3, 4, 5 എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോവുക? 3, 1, 6, 3, 1, 6. അപ്പോഴും 4 എന്താണ്? 1ന് ഓപ്പോസിറ്റാണ്. പക്ഷേ മറ്റേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എഴുതേണ്ട ആവശ്യമില്ല, സ്പോട്ടിൽ തന്നെ മനസ്സിലാവും. ക്ലോക്ക് വൈസിലാണ് തിരിച്ചാലാണോ അവസാനിക്കുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിച്ചാലാണോ ഓപ്പോസിറ്റ് നോക്കിയാൽ മാത്രം മതി. അതിനനുസരിച്ച് മറ്റേ ഇമേജും കൂടി അതേപോലെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് 6ന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ കോമൺ ആയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരേ ഒരു നമ്പറാണ്, 5 ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന്റെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ 5 രണ്ടും ഇരിക്കുന്നത് ഒരേ സ്ഥലത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 എന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, സോറി, ഇവിടെ റൈറ്റ് സൈഡ്. സോറി, ഒരേ സ്ഥലത്തല്ല, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, ഒരേ സ്ഥലത്താണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാനത് പിന്നെ പറയാം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരേ സ്ഥലത്താണെന്ന് തോന്നിപ്പോയി. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും. സോറി. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന 6ൽ അവസാനിക്കുന്ന 6ന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. 6ന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസിൽ തിരിക്കണം. എന്താണ്? ക്ലോക്ക് വൈസിൽ തിരിച്ചാലേ എന്ത് പറ്റുള്ളൂ? നമുക്ക് 6ൽ അവസാനിക്കുള്ളൂ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസിൽ തന്നെ തിരിക്കുക. അപ്പോൾ 4ൽ അവസാനിക്കുന്നു. അപ്പോൾ ആൻസർ എന്താണ്? 4 ആണ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ എന്താ സംഭവിക്കുക? ഇത് നേരെ തല തിരിഞ്ഞു പോവും. ഇതാ 5, 4, 2 എന്ന് വരും. അതായത് 5, 4, 2 എന്ന് വരും. ഓക്കെ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 5, 6, 1 എന്ന് വരും. എന്താണ്? 5, 6, 1 എന്ന് വരും. ഇപ്പോൾ 6ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 6ന്റെ ഓപ്പോസിറ്റ് അത് 4 ആണ്. അപ്പോൾ നമുക്കറിയാം 6ന്റെ ഓപ്പോസിറ്റ് 4 ആണ്. അപ്പോൾ മറ്റേ രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് 2ന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഇവിടെ കോമൺ ആയിട്ട് 2 നമ്പറുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 5ഉം 6ഉം ഉണ്ട്. എങ്കിൽ ആ 5ഉം 6ഉം കട്ട് ചെയ്താളാ. ബാക്കിയുള്ള നമ്പർ 2ഉം 1ആണ്. അങ്ങനെയാണെങ്കിൽ 2 1നും 1 2നും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ്. 2ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്ന സിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. സിയുടെ ഓപ്പോസിറ്റ് നോക്ക്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കോമൺ ഏതാണെന്ന് നോക്കുക. കോമൺ എ ആണ്. നോക്കുക, ഇവിടെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. 2 ഡൈസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞ് തുടക്കിട്ടപ്പോൾ അത് മാറിപ്പോയി. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ കോമൺ ആയിരിക്കുന്ന എ എന്നുള്ള നമ്പർ 2ഉം ടോപ്പിലാണ്. ഇപ്പം എ കോമൺ ആയിരിക്കുന്ന നമ്പർ ഒരേ സൈഡിലാണെങ്കിൽ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും കോമൺ ആയിരിക്കുന്ന എ ടോപ്പിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റും ഇതിൻ്റെ റൈറ്റ് സൈഡിന് ഓപ്പോസിറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി എന്ത് പറയാം? ഇൻ്റെ ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ ഇ സിൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറയാം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സിയുടെ ഓപ്പോസിറ്റ് എന്താണെന്ന്, അത് നമുക്ക് പറയാം ഇ ആണെന്ന്. ഓക്കെ, ഇനി നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സിയിൽ അവസാനിക്കുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിക്കണം. അപ്പോൾ നമുക്ക് സിയിലാണ് അവസാനിക്കുന്നത്, അതേപോലെ ഇത് ക്ലോക്ക് വൈസിൽ തിരിക്കണം. അപ്പോൾ ഇയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സി ഇൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി തിരിച്ച് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുവാണെങ്കിൽ എ സി എഫ് എന്ന് കിട്ടും. നമുക്ക് എ സി എഫ് എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എന്ത് എഴുതാം? എ ഇ ഡി എന്ന് എഴുതാം. എ ഇ ഡി എന്ന് എഴുതാം. അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് സിയുടെ ഓപ്പോസിറ്റ് ഇ തന്നെയായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്തത്
അടുത്തത് ചോദിച്ചിരിക്കുന്നത് 3യുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ശരിയാണ്, ഇവിടെ ശ്രദ്ധിച്ചോ, കോമൺ നമ്പർ 3 തന്നെയാണ്. ഓക്കെ, കോമൺ നമ്പർ 3 തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നോക്ക്, ഇതിൽ കാണാത്ത നമ്പർ ഏതാണ്? വേറൊരു നമ്പറും കോമൺ അല്ല, 3 മാത്രമേ കോമൺ ഉള്ളൂ. ചോദിച്ചിരിക്കുന്നത് 3നെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാത്ത നമ്പർ ഏതാണ്? ഇവിടെ കാണാത്ത നമ്പർ 4 ആണ്. അതുകൊണ്ട് 4 ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ ഓക്കെ അടുത്തത് 3 ഡയസ്. അതായത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഡയസിനെ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഒരു ഡയസിന് 2 രീതി. ഓക്കെ, ഇവിടെ ഒരു ഡയസിന് തന്നെ 3 രീതിയിലേക്ക് നമ്മളെ മുമ്പിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റുകൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ചെയ്യുക. അടുത്തത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വന്നിരിക്കുമ്പോൾ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന എഫിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് സിംഗിൾ കോമൺ ആയിരിക്കുന്ന നമ്പറിനെയാണ്. ഓക്കെ, നമുക്ക് സിംഗിളായി കിടക്കുന്ന നമ്പറിനെ മാത്രം നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? നമ്മൾ നോക്കിയാൽ മതി. എവിടെയാണ്? നോക്കി, ഈ 2 ഡയസിലും നാം ആൽഫബറ്റ് സിംഗിൾ ആണോ? സിംഗിൾ ഉണ്ടോ? യെസ്, സിംഗിൾ ഉണ്ട്. ഏതാണ് അത് ഇ ആണ് അല്ലേ? ഇ ആണ്. ഓക്കെ, ഇനി ഈനെ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ചോദിച്ചിരിക്കുന്നത് എഫിനെ കുറിച്ചിട്ട് എഫ് ഇവിടെ കാണാനില്ല. അപ്പോൾ കാണാത്ത നമ്പർ എന്തിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്? അതൊരു സിംഗിൾ കോമൺ, 2നെയും സിംഗിൾ കോമൺ ആയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡയറക്റ്റായിട്ട് ഇ ആണെന്ന് പറഞ്ഞൂടെ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞൂടെ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇ അല്ലേ? ഇ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തേ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇ എ ബി, മറ്റേത് ഇ സി ഡി എന്ന് വരും. എങ്ങനെയായാലും നിങ്ങൾക്ക് അവസാനം എഫ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, നമ്മൾ ഈ 2 ഡയസാണ് യൂസ് ചെയ്തത്. ഓക്കെ, നമുക്കിനി ആദ്യത്തെയും അവസാനത്തെയും യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ അവസാനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത വെച്ചാൽ ഇവിടെ 2 കോമൺ ഉണ്ട്. ഓക്കെ, 2 കോമൺ ഉള്ളതിനെ നമ്മൾ എല്ലായ്പ്പോഴും 3 ഡയസ് വയ്ക്കുമ്പോൾ ശരിയാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് 2 കോമൺ ഉള്ളതിനെ നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റിയെ കൊടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ശരിയാണ്. ഇവിടെ നമുക്ക് എയും ബിയും 2 അതായത് ഈ ആദ്യത്തെയും അവസാനത്തെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും എന്താണ്? കോമൺ ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എഫ് ഓപ്പോസിറ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ എല്ലായ്പ്പോഴും ഇത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സിംഗിൾ കോമൺ ആയിരിക്കുന്നതിനെയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെയും 3ാമത്തെയും നോക്കിക്കഴിഞ്ഞാലോ, 2ാമത്തെയും 3ാമത്തിനും ഒരു കോമൺ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോപ്പിന് ഓപ്പോസിറ്റ് ശരിയാണ്, സി എന് ഓപ്പോസിറ്റ്, ഡി അടുത്തുള്ളതിന് ഓപ്പോസിറ്റ്, ഡി ബിന് ഓപ്പോസിറ്റ്, ഈ പക്ഷേ എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? എഫിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോഴും ഈ ആണ് എഫിന് ഓപ്പോസിറ്റ്. പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കുക, ഇതും 3 ഡയസ് വരുമ്പോഴും എല്ലായ്പ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ സിംഗിൾ കോമണിനെ ആദ്യം സെലക്ട് ചെയ്യുവാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ? സിംഗിൾ കോമണിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൽ കുറച്ച് സൈനുകളാണ് തന്നിരിക്കുന്നത്, സിമ്പിളുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കോമൺ ആയിട്ടുള്ള സിമ്പിൾ എവിടെയാണ്, ഏത് 2 ഡയസിലാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെയും 2ാമത്തെയും നിങ്ങളിങ്ങനെ എല്ലാ പിക്ചറും കൂടി നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ക്രമത്തിൽ നോക്കിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ഡയസിൽ 2ാമത്തെ ഡയസിൽ ഏതെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല, ഒന്നുപോലും കോമൺ ഇല്ല. ഓക്കെ, ഇനി ആദ്യത്തതും 3ാമത്തതും നോക്കുക. യെസ്, ഇവിടെ 2 കോമൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി 2ാമത്തെ എടുക്കുക. ഇനി 2ാമത്തത് 3ാമത്തതുമായിട്ട് നോക്കിയാൽ മതി. 2ാമത്തത് 1ാമത്തതുമായിട്ട് നോക്കിയതാണ്. അപ്പോൾ ഇനി 2ാമത്തത് 3ാമത്തതും കൂടി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടിരിക്കുന്ന ഏതാണ്? പ്ലസ് ആണ്. ഒരേ ഒരു കോമണേ ഉള്ളൂ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന സ്റ്റാർ ആണ്. അപ്പം ഇവിടെയാണ് 2 കോമൺ, ഒരു സിംഗിൾ കോമൺ ഉള്ളത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ പ്ലസ് ആണ് കോമൺ ആയിരിക്കുന്നത്. സ്റ്റാറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ ഇല്ല. സ്റ്റാർ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ കാണാത്ത എലിമെൻറ്റ് എല്ലായ്പ്പോഴും കോമൺ എലിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് പോസിറ്റീവിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോസിറ്റീവ് നമുക്ക് ടിക്കറ്റ്. ഇതൊക്കെ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യുകയോ എഴുതുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ നോക്കിയിട്ട് തന്നെ ഉത്തരം എഴുതുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. അടുത്തത് ചോദിച്ചിരിക്കുന്നത് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഓക്കെ,
നമുക്ക് ആദ്യത്തേത് രണ്ടാമത്തത് നോക്കാം. കോമൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, കോമൺ ഒന്നുമില്ല. ഇനി ഒന്നാമത്തത് മൂന്നാമത്തത് നോക്കാം, ക്രമത്തിൽ തന്നെ നോക്കാം. ഓക്കെ, അപ്പം അവിടെ സിംഗിൾ കോമൺ ആണോ ഉള്ളത്? അല്ല, അവിടെ 2ഉം 5ഉം കോമൺ ആണ്. ഇതൊക്കെ ആദ്യത്തെയും രണ്ടാമത്തെയും നോക്കി ഒരു കോമണും ഇല്ല. ആദ്യത്തെയും അവസാനത്തെയും നോക്കി 2 കോമൺ ഉണ്ട്. അപ്പോൾ 2ഉം 5ഉം ആണ് കോമൺ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2ഉം 3ഉം ആണ്. 2ഉം 3ലും ഒരൊറ്റ കോമണേ ഉള്ളൂ, അത് 1ആണ്. അങ്ങനെയാണെങ്കിൽ 1 കോമൺ ആണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ സിമ്പിളായിട്ട് 1 കോമൺ ആണെങ്കിൽ 4ൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. 4 അവസാനം എത്തുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 2 രീതിയിലും കിട്ടുമേ. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാലാണ് 4ലേക്ക് എത്തുക. അതുകൊണ്ട് 1ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ 5ലേക്ക് എത്തും. അപ്പോൾ അവസാനിക്കുന്നത് ആദ്യത്തേലും 4ലും രണ്ടാമത്തേൽ 5ലുമാണ്. ഒരേ രീതിയിലാണ് തിരിച്ചത്, അതുകൊണ്ട് 5ആണ്. ഓക്കെ, ഇനി ക്ലോക്ക് വൈസ് തിരിച്ച് നിങ്ങൾ നോക്കുക. 2 സൈഡിലും ക്ലോക്ക് വൈസ് തിരിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആൻസർ 1 തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഓക്കെ, 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കി നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും 1 നമ്മൾ കമ്പയർ ചെയ്തു. അതിൽ 2 കോമൺ ഉണ്ട് അല്ലേ? 1ഉം 2ഉം കോമൺ ആണ്, അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യേണ്ട. ഓക്കെ, പിന്നീട് നോക്കാം. അടുത്തത് നമ്മൾ ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കുക. ഈ 1നെ ബേസ് ചെയ്തിട്ട് തന്നെ 2 കാര്യങ്ങളും നോക്കുക. ഇവിടെ എന്ന് പറയുന്നത് 2 എന്നുള്ള നമ്പർ മാത്രമേ കോമൺ ഉള്ളൂ. യെസ്, 2 എന്നുള്ള നമ്പർ മാത്രമേ കോമൺ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 2 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. 1ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിച്ചാലേ എന്ത് സംഭവിക്കുള്ളൂ? 1ൽ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് 2ൽ നിന്ന് ക്ലോക്ക് വൈസ് തിരിച്ചാൽ ഏതിലാണ് അവസാനിക്കുന്നത്? 6ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 6 ആണ് എന്ത് ഇതിൻ്റെ 1ൻ്റെ ഓപ്പോസിറ്റ്. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് ഇരിക്കുന്ന സംഖ്യ ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഇതും റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റും എന്തായിരിക്കും? ഓപ്പോസിറ്റ്. ഇതിൻ്റെ ടോപ്പും ഓപ്പോസിറ്റ് ആയിരിക്കും. അത് കണ്ടുപിടിച്ച പോലെ തന്നെ 1ൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. വെരി ഗുഡ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതിൽ കണ്ടുപിടിക്കുന്ന 3ൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ കോമൺ ആയിട്ടിരിക്കുന്ന ആദ്യത്തിൽ തന്നെ മനസ്സിലായില്ലേ? 1ആണ് കോമൺ. അങ്ങനെയാണെങ്കിൽ 1 കോമണിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കോമൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3ൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. 3ൽ അവസാനിക്കുന്ന രീതിയിൽ തിരിക്കണമെങ്കിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം, ഇടത്തോട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതും എന്ത് ചെയ്യണം? ഇടത്തോട്ട് തിരിച്ചാൽ അവസാനിക്കുന്നത് 4ലാണ്. നോക്കി തന്നെ പറയാം കേട്ടോ. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 4 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആദ്യത്തെയും അവസാനത്തെയും 1 നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 കോമൺ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും നോക്കിയാൽ അവിടെയും 2 കോമൺ ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1ൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേതും രണ്ടാമത്തേതും എടുക്കുക. ആദ്യത്തേതും രണ്ടാമത്തേലും സിംഗിൾ കോമൺ ആണ്. എന്താണ് കോമൺ? 3 മാത്രമേ കോമൺ ആയി ഇരിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ മതി. അത് വലത്തോട്ട് തിരിച്ചാൽ മതി. 1ൽ അവസാനിക്കും. അപ്പോൾ ഇവിടെയും വലത്തോട്ട് തിരിച്ചാൽ എന്തിനാണ് അവസാനിക്കുക? 5ലാണ് അവസാനിക്കുക. അപ്പോൾ 1 5ൻ്റെ ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ 5 1ൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി ആദ്യത്തതും അവസാനത്തെയും നിങ്ങൾ എടുത്ത് നോക്കുക. അതായത് ആദ്യത്തെയും അവസാനത്തെയും എടുത്ത് നോക്കുക. ഇവിടെ 1 2 3 ആണ്, അവിടെ 5 6 2 ആണ്. അവിടെയും 1 കോമൺ ഉള്ളൂ. ഓക്കെ, അതായത് ആദ്യത്തെയും അവസാനത്തെയിലും എന്താണ്? 1 തന്നെയാണ് കോമൺ ഉള്ളത്. നമുക്ക് സെയിം ഉത്തരമാണോ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ചോദിച്ചിരിക്കുന്ന 1ൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2നെയാണ് കോമൺ ആയിട്ട് എടുക്കേണ്ടത്. 2നെ 1ലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ തിരിക്കണം? നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. 1ൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 2ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം, ഇടത്തോട്ട് തിരിക്കണം, 5ൽ അവസാനിക്കും. അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് ഉത്തരം 5 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യന് സിമ്പിളാണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഡോളറിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഡോളർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തതും രണ്ടാമത്തേതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ആഷ് എന്ന് പറയുന്ന സിമ്പിളാണ് കോമൺ ആയിട്ടിരിക്കുന്നത്. അല്ല, 2 ഉണ്ട് അല്ലേ? ഇവിടെ ഈ ഒരു O എന്നുള്ള എന്താണ്? O എന്നുള്ളൊരു ചിഹ്നം കൂടിയും കാണുന്നുണ്ട്, ഒരു 0 ടൈപ്പ്. അതും എന്താണ്? കോമൺ ആണ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യരുത്. ഇനി ഒന്നാമത്തതും മൂന്നാമത്തതും എടുക്കുക. ഒന്നാമത്തേതും മൂന്നാമത്തതിലും നമുക്ക് കാണാൻ പറ്റുന്നത് കോമൺ ആയിട്ട് ഒന്നും കാണുന്നില്ല അല്ലേ?
ഒന്നും കാണുന്നില്ല, അതും വിട്ടേക്കുക. ഇനി കാണുന്നത് എന്താണ്? രണ്ടാമത്തതും മൂന്നാമത്തതുമാണ്. ഇവിടെ പക്ഷേ ഒന്ന് മാത്രമല്ല, അത് ഡോളർ തന്നെയാണ്. ഡോളറാണ് ഇവിടെ കോമൺ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഡോളറാണ് കോമൺ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ കാണാത്ത സിമ്പിൾ ഏതാണ്? ഇതൊക്കെ കാണാത്ത സിമ്പിൾ കണ്ടുപിടിക്കുക. നമുക്ക് ABCD ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ABCD ഇല്ല എന്നൊക്കെ പറയാം. ഓക്കെ, സിമ്പിളാകുമ്പോൾ ഏതാ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ താഴെ എടുത്ത് നോക്കുക. അട്രേറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആഷ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാറാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ്? കോമൺ ആയിരിക്കുന്നത് എന്താണ്? ഡോളറാണ്. ചോദിച്ചിരിക്കുന്നത് ഡോളറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റാത്ത സിമ്പിൾ ഏതാണോ അതായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എസിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. എസിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എസ് കോമൺ ആയിട്ടിരിക്കുന്നത് ഇത് എവിടെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തതും രണ്ടാമത്തതും നോക്കുന്ന സമയത്ത് അവിടെ കോമൺ ആയിട്ടിരിക്കുന്നത് ഡി മാത്രമാണ് കോമൺ ആയിട്ടിരിക്കുന്നത്, അല്ലേ? ഡി മാത്രമാണ് കോമൺ ആയിട്ടിരിക്കുന്നത്. എസ്സിൽ അവസാനിക്കുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, ഇയിൽ അവസാനിക്കും. ആൻസർ ഇ ആണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കിക്കഴിഞ്ഞാൽ അവിടെ എസ് ആണ് കോമൺ ആയിട്ടിരിക്കുന്നത്. എസ് ആണ് കോമൺ ആയിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ഡി ആണെങ്കിൽ ഇവിടെ എസ് ആണ്, ഇതിൽ എസ് ആണ് കോമൺ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന എസ്സിനെ പറ്റിയിട്ടാണ്. രണ്ടിലും കാണാത്തത് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഇ തന്നെയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ചോദിച്ചിരിക്കുന്ന 3യുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ആദ്യത്തതും രണ്ടാമത്തതും നോക്കുക. ആദ്യത്തേതും രണ്ടാമത്തേലും കോമൺ ആയി കിടക്കുന്ന ഒരേ ഒരു നമ്പറാണ്, അത് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3യിലേക്ക് അവസാനിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇടത്തോട്ട് തിരിക്കണം. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ 1ൽ നിന്ന് കോമൺ ആയിട്ടുള്ള 1ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് അത് ഇടത്തോട്ട് തിരിക്കണം. 3ൽ അവസാനിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇടത്തോട്ട് തിരിക്കുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. അപ്പോൾ 4ൽ അവസാനിക്കും. അതുകൊണ്ട് 4 ആണ് ഓപ്പോസിറ്റ്. ഇനി ഒന്നാമത്തെയും മൂന്നാമത്തെയും നമ്മൾ വെറുതെ നോക്കുക. അവിടെ കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിനെ കാണാം. ആ കോമൺ രണ്ടിനെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് 3ന് 4 ആണ് ഓപ്പോസിറ്റ് കിട്ടുക. പക്ഷേ അതെല്ലായ്പ്പോഴും ശരിയാവണം നിർബന്ധമില്ല. ഇനി നമ്മൾ 2ഉം 3ഉം നോക്കുകയാണെങ്കിൽ അവിടെ 2 കോമൺ ആണ് കിടക്കുന്നത്. 2 6ന് ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷേ 1നെയും 4നെയും നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സിംഗിൾ കോമണിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് 2യുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. 2ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തതും രണ്ടാമത്തതും നോക്കുക. ഇവിടെ 2 കോമൺ ഉണ്ട്, അല്ലേ? യെസ്, 2 കോമൺ ഉണ്ട്. അതുകൊണ്ട് എന്തല്ല, ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട. ഇനി ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കുക. ഇവിടെയും 2 കോമൺ കാണാം. 3ഉം 4ഉം കോമൺ ആയിട്ട് കാണാം. അത് ഉപയോഗിക്കേണ്ട. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും നോക്കുക. രണ്ടാമതും മൂന്നാമത്തതും നിങ്ങൾക്ക് സിംഗിൾ കോമൺ ആണ് കാണുക, അത് 3 ആണ്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 3ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. 2ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 3യിൽ നിന്ന് കോമൺ ആയിട്ടിരിക്കുന്ന നമ്പറിൽ നിന്ന് ഇടത്തോട്ടേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കണം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. അപ്പോൾ 3യിൽ നിന്നും എന്ത് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ തിരിക്കുക. അപ്പോൾ 4ൽ അവസാനിക്കും. മാത്രമല്ല ഇവിടെ കോമൺ ആയിട്ടിരിക്കുന്നത് 2 സ്ഥലത്തും റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിനും ടോപ്പിനും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം 2 4ന് ഓപ്പോസിറ്റാണ്. റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്കത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും എടുത്തു. അതിൽ 365 ആദ്യത്തേൽ, പിന്നെ 245. ഇതിൽ കോമൺ ആയിരിക്കുന്ന ഒരേ ഒരു നമ്പറാണ്, അത് 5 ആണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് 5നെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഇതിൽ കാണാത്ത നമ്പർ 1 ആണ്. അതുകൊണ്ട് 1 ആണ് ഉത്തരം. രണ്ടിലും കാണാത്ത നമ്പർ 1 ആണ്, 5 ആണ് കോമൺ. ചോദിച്ചിരിക്കുന്നത് 5നെ പറ്റിയിട്ടാണ്. ഇനി ഒന്നാമത്തതും മൂന്നാമത്തതും എടുത്തു കഴിഞ്ഞാൽ അവിടെ കോമൺ 3 മാത്രമാണ്. പക്ഷെ അവിടെ 3 മാത്രമാണ് കോമൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ 3 മാത്രമാണെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് തിരിക്കണം. അതേപോലെ നിങ്ങൾ 3നെ ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ 1ൽ അവസാനിക്കും. 5ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് ചോദിച്ചിരിക്കുന്ന 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 2 എടുത്ത് നോക്കാം. അവിടെ 2 കോമൺ ആയി കിടക്കുന്നുണ്ട്. എന്താണ് ആദ്യത്തെ 2 കോമൺ? 2ഉം 4ഉം കോമൺ ആണ്. നമ്മൾ ആദ്യം എടുക്കേണ്ട.
ഇനി ആദ്യത്തെ അവസാനത്തെ എടുത്ത് നോക്കുക. അവിടെയും 2 കോമൺ ആയി കിടക്കുന്നതാണ്. 6ഉം 4ഉം കോമൺ ആയിട്ട് കിടക്കുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും നോക്കുക. അവിടെ കിടക്കുന്നത് 4 മാത്രമേ കോമൺ ആയി കിടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ 5 എടുക്കുക. 4 നിന്ന് 5ലേക്ക് അവസാനിക്കണമെങ്കിൽ നമ്മൾ വലത്തോട്ട് തിരിക്കണം, അതായത് ക്ലോക്ക് വൈസിലേക്ക് തിരിക്കണം. അപ്പോൾ 5ൽ അവസാനിക്കും. അപ്പോൾ ഇവിടെയും 4ൽ നിന്ന് നമ്മൾ ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2ലാണ് അവസാനിക്കുക. അപ്പോൾ 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2ആണ്. മറ്റുള്ള രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല. ഞാനിതുപോലെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്ന 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ആദ്യത്തെ 2 ഡയസ് നോക്കുക. ആദ്യ 2 ഡയസിലും 2 കോമൺ ആയി കിടക്കുന്ന കാണാം. അത് 1ഉം 3ഉമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 2ഉം 4ഉം ആണെന്ന്. ഓക്കെ, 2ൻ്റെ ഓപ്പോസിറ്റ് 4ആണ്. പക്ഷേ അതെല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ നമ്മൾ ഒന്നും കൂടി എടുത്ത് നോക്കുന്നത് നല്ല ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും ഒന്നാമത്തേതും മൂന്നാമത്തേതും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എന്താണ് 2 കോമൺ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 നോക്കി നോക്കുക. ഇത് 2ലും ഒരൊറ്റ കോമൺ ആയിട്ടുള്ളൂ, അത് 3 ആണ്. ഓക്കെ, ഇവിടെ 3 എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡിലാണ്. ഇവിടെയും 3 റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റിനും ടോപ്പിനും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ 2 4ന് ഓപ്പോസിറ്റ്. നേരത്തെ കിട്ടിയ ഉത്തരം ശരിയാണ്. ഓക്കെ, 2 4ന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, നിങ്ങൾ സിംഗിൾ കോമൺ എടുക്കുക. അങ്ങനെ 2 കോമൺ എടുത്താൽ ചില സമയത്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് നോക്കുക. ക്യൂയുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേതും രണ്ടാമത്തേതും എടുത്ത് നോക്കുക. ആദ്യത്തെയും രണ്ടാമത്തേലും കോമൺ ആയിട്ട് കിടക്കുന്നത് ടി മാത്രമേ ഉള്ളൂ. ഒരു ആൽഫബറ്റ് മാത്രമേ കോമൺ ആയിട്ടിരിക്കുന്നു. യെസ്, നമുക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ക്യൂവിൽ അവസാനിക്കുന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വലത്തോട്ടേക്ക് തിരിക്കണം. ഓക്കെ, അതായത് ക്ലോക്ക് വൈസ് തിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടീനെയും ക്ലോക്ക് വൈസ് തിരിക്കും. അപ്പോൾ യുവിൽ അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂവിൽ അവസാനിച്ചു. അപ്പോൾ ഇവിടെ യുവിൽ അവസാനിച്ചു. അപ്പോൾ യു എന്താണ്? ഓപ്പോസിറ്റാണ്. അപ്പോൾ ക്യൂയുടെ ഓപ്പോസിറ്റ് എന്താണ്? യു ആണ്. ഇനി ആദ്യത്തതും അവസാനത്തതും എടുത്തു കഴിഞ്ഞാൽ അവിടെ എസ് മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ്. എസ് മാത്രമേ ഉള്ളൂ എന്ത് കോമൺ ആയിട്ട്? എസ് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എസ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഇവിടെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാലേ ക്യൂവിൽ അവസാനിക്കുക. അതുകൊണ്ട് എസ്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ യുവിൽ അവസാനിക്കും. അപ്പോഴും ഉത്തരം എന്താണ്? യു തന്നെയായിരിക്കും. ഓക്കെ, യെസ്. ഇനി ഞാൻ രണ്ടാമത് പറയില്ല. ഇനി അടുത്തത് ലാസ്റ്റ് ക്യൂബ്. അതായത് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതായത് ചോദിച്ചിരിക്കുന്നത് വിച്ച് നമ്പർ വിൽ അപ്പിയർ ഓൺ ദ ബോട്ടം ഫേസ് ഇൻ ദ ലാസ്റ്റ് ക്യൂബ്. അപ്പോൾ ലാസ്റ്റ് ക്യൂബ് ഏതാണ്? ഇതാണ് ലാസ്റ്റ് ക്യൂബ്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ബോട്ടത്തിൽ ഏത് നമ്പർ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇതിൻ്റെ ടോപ്പിൽ എന്താണുള്ളത്? 4 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ എന്താണ് ഉണ്ടാവുക? 4ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ചോദിക്കുകയാണ് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്. ഓക്കെ, അത് കഴിഞ്ഞു, മനസ്സിലായി. ഇനി ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ കമ്പയർ ചെയ്തു. അതിൽ 2 നമ്പറുകൾ കോമൺ ആണ്, 4ഉം 5ഉം കോമൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യരുത്. ഇനി ആദ്യത്തെയും അവസാനത്തെയും നമ്മൾ നോക്കുവാണ്. അവിടെ കോമൺ ആയിട്ട് ഇരിക്കുന്നത് 4 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റ് കൂടിയാണ്. കാരണം അവസാന ക്യൂബിൻ്റെ ടോപ്പിൻ്റെ ഓപ്പോസിറ്റ് മീൻസ് ബോട്ടാണ്. ലാസ്റ്റ് ക്യൂബിൻ്റെ ബോട്ട് ഏതാണെന്ന് ചോദിച്ചത്. അതായത് 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചത്. ചോദിച്ചിരിക്കുന്ന 4നെ പറ്റിയിട്ടാണ്, കോമൺ നമ്പറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2ലും കോമൺ ആയിട്ട് അല്ലാത്ത നമ്പർ, അതായത് ഇതിലും ഈ ലാസ്റ്റത്തേലും കോമൺ അല്ലാത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? അത് 6 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അത് 6 ആയിരിക്കും. 2ലും ഇല്ലാത്ത നമ്പർ ഏതാണ്? 6 ആണ്. അതുകൊണ്ട് 6 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നോക്കേണ്ടത് 4 ക്യൂബിനെ വെച്ചിട്ട് സെയിം പ്രൊസീജിയർ, സെയിം തോട്ട്. ഓക്കെ, വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ എടുക്കാം. ആദ്യം നമ്മൾ എടുക്കുവാണ്. സെയിം തിങ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തതും രണ്ടാമത്തതും നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര എണ്ണം കോമൺ ആയിട്ടുണ്ട്? ഇവിടെ സിംഗിൾ കോമണേ ഉള്ളൂ അല്ലേ? ഏതാണ് കോമൺ? അത് 5ആണ് കോമൺ. എങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ടുപിടിച്ചാൽ മതി. 5 മാത്രമല്ലേ കോമൺ ഉള്ളൂ. നമ്മൾ 2ലേക്ക് അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കണം, അതായത് റൈറ്റ് സൈഡിലായിരിക്കും തിരിക്കേണ്ടത്.
ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 5നെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. അപ്പോൾ 6 ഓപ്പോസിറ്റ് കിട്ടും, 6 ഉത്തരം. മാത്രവുമല്ല ഇവിടെ കോമൺ ആയി കിടക്കുന്നത് റൈറ്റിലാണുള്ളത്, ഇവിടെ റൈറ്റിലാണ്. അതുകൊണ്ട് ടോപ്പിനും ലെഫ്റ്റിനും ഓപ്പോസിറ്റ് ആയിരിക്കും. 2 6 ഓപ്പോസിറ്റ് ആണ്, അങ്ങനെയും പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് ഒന്നും കൂടി വെറുതെ ചുമ്മാ ചെക്ക് ചെയ്യാം. ഇത് ശരി തന്നെയാണോ, ഇനിയും ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണോ ചുമ്മാ നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തതും മൂന്നാമത്തതും നോക്കുക. അവിടെ കോമൺ ആയിട്ടിരിക്കുന്ന 2 നമ്പറാണ്, 2ഉം 3ഉം കോമൺ ആണ്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് നമ്മൾ ഒന്നാമത്തതും 4ാമത്തതും നോക്കുക. അവിടെ കോമൺ ആയിട്ട് ഒന്നുമേ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദൂരെയുള്ളത് ദൂരേക്കും അടുത്തുള്ളത് അടുത്തിനും ടോപ്പിനും എൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടെയും 2ഉം 6നും ഓപ്പോസിറ്റാണ് കിട്ടുന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല 4 കിടക്കുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോൾ 2ാമത്തതും 3ാമത്തതും നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോമൺ കാണുകയില്ല. അപ്പോഴും 2 6ന് ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ടോപ്പിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൽ ഒരു കോമൺ പോലും ഇല്ല. ഇനി 2ാമത്തതും 4ാമത്തതും നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, 6ഉം 4ഉം കോമൺ ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി 3ാമത്തതും 4ാമത്തതും നോക്കുകയാണെങ്കിൽ അവിടെ സിംഗിൾ കോമൺ ആണുള്ളത്, അത് 1 മാത്രമാണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, പക്ഷേ 1 ലെഫ്റ്റ് സൈഡിലാണ്, ഇതും ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡും ഓപ്പോസിറ്റ് ആയിരിക്കും, ടോപ്പും ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 2 6ന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ 6 2ന് ഓപ്പോസിറ്റ് എന്നാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് സാധാരണ ലുഡോയിൽ കാണിച്ചിരിക്കുന്ന ഡയസ് പോലത്തെ ഡയസാണ്. ഓക്കെ, പക്ഷേ അതൊരിക്കലും എന്തല്ല, സിമ്പിൾ ഡയസ് അല്ല. ഓക്കെ, ജനറൽ ഡയസാണ്. നോക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ചോദിച്ചിരിക്കുന്ന 1 ഡോട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ലുഡോയിലുള്ള പോലെ തന്നെ ഡയറക്റ്റ് 6 എന്ന് പറയാൻ പാടില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ 2 എടുക്കുന്നു. ഇവിടെ കോമൺ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. എന്താ, 2ഉം 1ഉം കോമണാണ്, യൂസ് ചെയ്യരുത്. ഒന്നാമത്തതും 3ാമത്തതും നോക്കുക. ഇനി 1ാമത്തതും 3ാമത്തതും കോമൺ ആയിട്ട് 2ആണ് കോമൺ ആയിട്ടുള്ളത്. അതായത് 2 ഡോട്ടുകളാണ് കോമൺ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ യൂസ് ചെയ്താൽ മതി. പക്ഷെ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഈ ക്യൂബിൻ്റെ റൈറ്റ് സൈഡിലാണ്, ഇവിടെ 2 റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് പറയാം, ടോപ്പിന് ഓപ്പോസിറ്റാണെന്ന് പറയാം. അതായത് 1 6ന് ഓപ്പോസിറ്റാണെന്ന് പറയാം. ആൻസർ 6 ആണ്. ഓക്കെ, ഇനി വേറെ എടുത്ത് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 1 6 എന്നായിരിക്കും. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ആദ്യത്തെ 2 എടുക്കുന്ന സമയത്ത് 2 കോമൺ ആയി കിടക്കുന്നുണ്ട്, 1ഉം 4ഉം കോമൺ ആണ്, യൂസ് ചെയ്യേണ്ട. ഇനി 1ാമത്തതും 3ാമത്തതും എടുക്കുക. അവിടെ എന്ന് പറയുന്നതും 2 കോമൺ ആണ്, 4ഉം 5ഉം കോമൺ ആണ്. ഓക്കെ, അടുത്ത 1ഉം 4ാമത്തെ എടുക്കുക. അവിടെ കോമൺ ആയിട്ട് കിടക്കുന്നത് 5 മാത്രമാണ്. ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റാണ്. 4ൽ അവസാനിക്കണമെങ്കിൽ നമ്മൾ 5ൽ നിന്ന് എന്താണ്, ക്ലോക്ക് വൈസ് തിരിക്കണം, അതായത് വലത്തോട്ട് തിരിക്കണം. ഓക്കെ, ഇവിടെയും വലത്തോട്ട് തിരിച്ചാൽ എന്ത് കിട്ടും, 3ൽ അവസാനിക്കും. അപ്പോൾ 4 3ന് ഓപ്പോസിറ്റാണെന്ന് പറയാം. മാത്രമല്ല ഇവിടെ കോമൺ ആയി കിടക്കുന്ന റൈറ്റ് സൈഡിലാണ്, ഇവിടെയും റൈറ്റ് സൈഡിലാണ്. അങ്ങനെ റൈറ്റിന് ലെഫ്റ്റിന് റൈറ്റ് നോക്കട്ടെ, റൈറ്റ് കോമൺ ആണ്. അതുകൊണ്ട് ലെഫ്റ്റിനും ടോപ്പിനും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോഴും നമുക്ക് 4ൻ്റെ ഓപ്പോസിറ്റ് 3 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1ാമത്തതും 2ാമത്തതും നോക്കി ഇവിടെ കോമൺ ആയിട്ടിരിക്കുന്ന ഏതാണെന്ന് നോക്കി. യെസ്, 5 എന്നുള്ള നമ്പർ മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദിച്ചിരിക്കുന്ന 2നെ പറ്റില്ല. ഈ 2 ഇവിടെ കാണുന്നില്ല, ഈ 2 കാണുന്നില്ല. കോമൺ ആയി കിടക്കുന്നത് 5ആണ്. അപ്പോൾ കോമൺ ആയി കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ കാണാത്ത നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന 2നെ പറ്റിയിട്ടാണ്, അതാണ് കാണാത്തതും. അതുകൊണ്ട് 2ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ കോമൺ നമ്പറായിരിക്കും. അല്ലെങ്കിൽ ഈ കോമൺ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കാണാത്ത നമ്പറായ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് 2 എന്ന് പറഞ്ഞുകൂടെ, ഇതിൽ ഓപ്ഷനിൽ കാണുന്നില്ല. അപ്പോൾ ഓപ്ഷനിൽ തെറ്റി എഴുതി പോയതാണ്. ഇതിൻ്റെ ആൻസർ ശരിക്കും ഇതിനെ ഒഴിവാക്കാം, ഇവിടെ 2 എന്നാണ് എഴുതുന്നത്. ഓക്കെ, സോറി. ഓക്കെ, തെറ്റിപ്പോയി. ചോദിച്ചിരിക്കുന്നത് എന്താണ്, 2ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, കണ്ടുപിടിച്ചില്ല 5ആണ്. സോറി. ഓക്കെ, ഞാൻ തിരിച്ചു വിചാരിച്ചു 5ൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സോറി, 2ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണോ കോമൺ അതായിരിക്കും. ഇവിടെ കോമൺ ഇരിക്കുന്നത് 5ആണ്, അപ്പോൾ 5ൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി ബാക്കിയുള്ള നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക ഇത് സെയിം തന്നെയായിരിക്കും.
അപ്പോൾ അടുത്തത് നോക്കുക, 5ൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിലും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2ൽ കോമൺ ആയിട്ട് ഒന്നും കാണാനില്ല. ഓക്കെ, ഇനി ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കുമ്പോൾ നിങ്ങൾക്ക് 5 എന്നുള്ള നമ്പർ മാത്രമല്ല 2 എന്നുള്ള നമ്പറും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തെ നോക്കിയപ്പം നിങ്ങൾക്ക് 5 എന്നുള്ള നമ്പർ മാത്രമല്ല 3 എന്നുള്ള നമ്പറും കൂടി കോമൺ ആയി കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രണ്ടാമത്തെ എടുക്കുക. ഈ ഒന്നാമത്തത് എല്ലാമായിട്ട് കമ്പയർ ചെയ്ത് ഇതായിട്ടും കമ്പയർ ചെയ്തു. ഓക്കെ, ഇനി എടുക്കുക ഇതും, അതായത് രണ്ടാമത്തതും മൂന്നാമത്തതും. ഇവിടെ കോമൺ ആയി കിടക്കുന്ന 6 മാത്രമാണ്, ഇതിനെ യൂസ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് 5ൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് തിരിക്കാതെ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ 5ൽ അവസാനിക്കും. അതേപോലെ ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ 9ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 5 9ൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറയാം. 5 9ൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറയാം. ഇവിടെ അതുകൊണ്ട് തെറ്റിപ്പോയതാണ്. ഇവിടെ 9 അല്ല ഉള്ളത്. ഓക്കെ, ഇവിടെ വേറെ ഏതോ നമ്പറാണുള്ളത്. ഓക്കെ, ആ നമ്പർ മിക്കവാറും 3 ആയിരിക്കും. ഐ തിങ്ക് 3 അല്ല. അടുത്തത് ചോദിച്ചിരിക്കുന്നത് 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഓക്കെ, 2ൻ്റെ ഓപ്പോസിറ്റ് നോക്കണമെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും നോക്കി അവിടെ എന്ന് പറയുന്നത് കോമൺ ആയി കിടക്കുന്നത് 5 മാത്രമാണ് അല്ലേ? 5 മാത്രമാണ്. അപ്പോൾ നമുക്ക് 2ൽ അവസാനിക്കുന്ന രീതിയിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. അതേപോലെ 5ൽ അവസാനിക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ തിരിക്കണം. മാത്രമല്ല ഇത് എന്താണ്, കോമൺ റൈറ്റ് സൈഡിലാണുള്ളത്. അതുകൊണ്ട് ടോപ്പും എന്താണ് ഈക്വൽ, ഒരേ സൈഡിലായിരിക്കും. 2ഉം 6ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് കോമൺ ആയിട്ടിരിക്കുന്നത് ഒരേ സൈഡിലാണ്, രണ്ടും റൈറ്റ് സൈഡിലാണ്. രണ്ടും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും അതേപോലെ തന്നെ ടോപ്പിനും ലെഫ്റ്റിനും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 6 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4ൻ്റെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോമൺ പോലും ഇല്ലെന്ന് പറയാം. അപ്പോൾ അത് ഒഴിവായിക്കോളും. ഇനി ചെയ്യേണ്ടത് ഒന്നാമത്തതും മൂന്നാമത്തതുമാണ്. ഒന്നാമത്തതും മൂന്നാമത്തതിലും നമുക്ക് ഒരു കോമണേ കാണാനുള്ളൂ, അത് 5ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5ൽ നിന്ന് 4ലേക്ക് എത്തുന്ന രീതിയിൽ തിരിക്കണം. നമ്മൾ വലത്തോട്ട് തിരിക്കണം, ക്ലോക്ക് വൈസ് തിരിക്കണം. അതുകൊണ്ട് നമ്മൾ 5ൽ നിന്ന് ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന ഉത്തരം കിട്ടും. ആൻസർ 3ആണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തത് 4ൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 2 കേസിലും കോമൺ ആയിട്ട് ആദ്യത്തെ 2ലും കോമൺ ആയിട്ട് 2 ഉണ്ട്. ചോദിച്ചിരിക്കുന്ന 4നെ പറ്റിയിട്ടാണ് 2 ഉണ്ട്, അത് ഉപയോഗിക്കേണ്ട. അടുത്തത് ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കി അതിൽ കോമൺ ആയിട്ട് കിടക്കുന്നത്, അതിലും 2 കോമൺ ആയി കിടപ്പുണ്ട്. 4ഉം 5ഉം കോമൺ ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതും ഒഴിവാക്കി ഇനി ലാസ്റ്റിലേക്ക് പോയി. അതിൽ കോമൺ ആയി കിടക്കുന്നത് 5 മാത്രമാണ്. ഓക്കെ, അപ്പോൾ കോമൺ ആയി കിടക്കുന്ന നമ്പർ എന്താണ്? 2ഉം ഇവിടെയും റൈറ്റിലാണുള്ളത്, ഇവിടെയും റൈറ്റിലാണുള്ളത്. അതുകൊണ്ട് 4 എന്ന് ഉള്ളത് ഇവിടെ ടോപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ ടോപ്പിൽ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 3 ആണ്. 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 3 ആണ്. നെക്സ്റ്റ് അടുത്തത് ചോദിച്ചിരിക്കുന്ന 3യുടെ ഓപ്പോസിറ്റ് എന്താണെന്ന്. ആദ്യത്തെ 2 നോക്കി അതിൽ 2 കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറ്റില്ല. അടുത്തത് നമ്മൾ ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കി അവിടെ 3 മാത്രമേ എന്തുള്ളൂ, കോമൺ ആയിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, 3ൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 3ആണ് കോമൺ ആയിരിക്കുന്നത്. 3ൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാണാതിരിക്കുന്ന നമ്പർ, അതായത് ഇതിലും കാണാൻ പറ്റാത്ത നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് ആൻസർ 5 ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഡൈസിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഓപ്പൺ, അതായത് നമ്മൾ ആദ്യം പഠിച്ചല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 5ൽ നിന്ന് 1 വിട്ട് ജമ്പ് ചെയ്യണം. അപ്പോൾ 2ആണ് ഓപ്പോസിറ്റ് എന്ന് പറയാം. 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ 1 ജമ്പ് ചെയ്യണം, 6ആണ് ഓപ്പോസിറ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിക്കണം. നമുക്കിതാ ഇവിടെ തന്നെ അട്രേറ്റ് തന്നെ നമ്മളിതാ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആൻഡിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പെർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റാണ്. അട്രേറ്റിൽ നിന്ന് ജമ്പ് ചെയ്താൽ പിന്നെ നമുക്ക് എന്താണ് കിട്ടുക? ഡോളറാണ് കിട്ടുക. അപ്പോൾ ഡോളറാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയാം. ഓക്കെ,
അടുത്തത് ചോദിച്ചിരിക്കുന്ന പോസിറ്റീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. പോസിറ്റീവിൽ നിന്ന് 1 വിട്ടിട്ട് ജമ്പ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ആഷ് കിട്ടും. അപ്പോൾ ഉത്തരം ആഷാണ്. ആൻസർ ആഷാണ്. ഇനി പേഴ്സൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക? സ്റ്റാറാണെന്ന് പറയാം. ഇനി ഒബ്വിയസ്ലി അട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് ഡോളറായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ 6 എന്ന് പറയാം കേട്ടോ ഡയറക്റ്റായിട്ട്. ഇനി അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ 5ൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും 2 ആയിരിക്കും, 3ൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും 4 ആയിരിക്കും, ബാക്കിയുള്ളത് 1, 6 ആണ്. 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 6 ആണ്. അടുത്തത് ചോദിച്ചിരിക്കുന്ന എല്ലിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം എല്ലിൻ്റെ ഓപ്പോസിറ്റ് ക്യൂ ആണെന്ന്. എല്ലിൻ്റെ ഓപ്പോസിറ്റ് ക്യൂ ആണ്. അടുത്തത് ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. 4ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പെട്ടെന്ന് പറയാം, അത് 6 ആണ്. ഓക്കെ, 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 6 ആണ്. സിമ്പിൾ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് പേഴ്സ് ഓഫ്, ഏതൊക്കെ പേരുകളാണ് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിലെ പേർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓപ്ഷനിൽ വിട്ടുപോയിട്ടുണ്ട്. ഈ പേര് ഇവിടെ കാണുന്നില്ല, നമുക്ക് നോക്കാം ഏതാണെന്ന്. ഓക്കെ, അവിടെ ഓപ്ഷനിൽ കാണുന്നില്ല, ഒന്ന് മിസ്സായിട്ട് 1 ആൻഡ് എഴുതിയിട്ട് ബാക്കിയുള്ള കാണുന്നില്ല. ഓക്കെ, വിട്ടേക്കും. നമുക്കറിയാം, നമുക്ക് പേരെടുക്കാം. 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 1ൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഇവിടെയും 1ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെന്ന് എഴുതിയിട്ടില്ല. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവിടെ ഓപ്ഷനിൽ മിസ്സായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതാണെങ്കിൽ അത് 1 and 4 ആയിരിക്കും. ഓക്കെ, ഇനി 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 6 ആണ്. 2ൻ്റെ ഓപ്പോസിറ്റ് 6 എന്നുള്ള ഓപ്ഷൻ ഇതിൽ കാണുന്നില്ല. ഓക്കെ, അത് വിട്ടോ. ഇനിയുള്ള 3ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് 5 ആണ്. 3ൻ്റെ ഓപ്പോസിറ്റ് 5 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള പേര് ഏതാണെന്ന് വെച്ചാൽ 3 and 5 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 3, 5 ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? പോസിറ്റീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആൻഡ് ആണ്. യെസ്, ആൻഡ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്നിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. എന്നിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഇവിടെ ഡൗട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ZW ആണെന്ന് അറിയാം. ഓക്കെ, BH എന്നറിയാം. അപ്പോൾ എന്തായിരിക്കും? N എന്തിൻ്റെ ആയിരിക്കും? ഇൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ N എന്താണ്? ഇൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഈ എന്നിൻ്റെ ഓപ്പോസിറ്റാണ്. വളരെ സിമ്പിൾ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ മുകളിൽ 2 ഡയസ് തന്നിട്ടുണ്ട്. ഒരു ഡയസിന് 2 വ്യത്യസ്ത രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന താഴെ പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഡയസിൽ, ഓപ്പൺ ഡയസിൽ ഏതാണ് ഈ ഒരു ഡയസിന് മാച്ച് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന സൈഡുകൾ ഒരിക്കലും ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം ആ രീതിയിൽ ഇതിനെ ക്ലിയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കോമൺ ആയിട്ടിരിക്കുന്ന 3നെ കോമൺ ആയിട്ടിരിക്കുന്നതിന് എടുക്കാം. 3ൻ്റെ ഓപ്പോസിറ്റ് ഒരിക്കലും 5 or 1 വരാൻ പാടില്ല. 3യുടെ ഓപ്പോസിറ്റ് ഒരിക്കലും 5 or 1 വരാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം 3ൻ്റെ ഓപ്പോസിറ്റ് 5 അല്ലെങ്കിൽ 1 വന്നിട്ടുള്ള ഏതെങ്കിലും അവസ്ഥയുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെ അതിനും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്, നമുക്ക് അതിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കാൻ നിൽക്കണം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒന്ന് എടുക്കുക ജസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ്റെ ഇവിടെ നോക്കുക, ഇവിടെ 2 ആണുള്ളത്. 2ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? ഇവിടെ 4 ആണുള്ളത്. 2ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 4 ആണുള്ളത്. ഇവിടെ 2ഉം 4ഉം അടുത്തടുത്തിരിക്കുന്ന ഡയസ് ഉണ്ടോ? ഡയസിൽ 2ഉം 4ഉം അടുത്തടുത്തുണ്ടോ? യെസ്, 2ഉം 4ഉം അടുത്തടുത്തുണ്ടോ? ഇല്ല. ഇനി അടുത്ത് നോക്കുക, ഇവിടെ നോക്കുക, 3ഉം 6ഉം എന്താണ്? ഓപ്പോസിറ്റാണ്. ഓക്കെ, 3ഉം 6ഉം ആണെങ്കിൽ 3ൻ്റെ അഡ്ജസ്റ്റൻ്റാണ് ഇവിടെ 6 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ആയിരിക്കില്ല. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, 3, 6ൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഓപ്ഷനിൽ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ അഡ്ജസ്റ്റൻ്റാണ്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് ആവാൻ പാടില്ലല്ലോ. ഇവിടെ 3, 6ന് ഓപ്പോസിറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിക്കരുത്. അടുത്തതിൽ നോക്കുക. അടുത്തതിൽ നമുക്ക് എന്താണ്? 1 നോക്കുക. 1 5ൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, 1ഉം 5ഉം അഡ്ജസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരിക്കലും ആവാൻ പാടില്ല. അതിനെയും വെട്ടിക്കളാം. അടുത്ത് എടുക്കുക, ചുമ്മാ എടുക്കുക. ഇതൊക്കെ ഇവിടെ എന്താണ്? 6 4ന് ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 4ന് ഓപ്പോസിറ്റാണ്. ശരിയാണ്. ഇവിടെ 6 ഉണ്ട്. ഇവിടെ എവിടെയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 4 കാണുന്നില്ല. ഒന്നും കൂടി അടുത്ത ചിത്രം ഒന്നും കൂടി വെറുതെ പരിശോധിക്കാം. 5
പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൽ തന്നെ നമുക്ക് 2ഉം 3യും ഒന്ന് കമ്പയർ ചെയ്യാം. 2 3ന് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ 2ഉം 3യും എന്താണ്, അഡ്ജസൻ്റ് ആണ്. അപ്പോൾ 2ഉം 3യും എന്താണ്, ഒരിക്കലും ഓപ്പോസിറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി എന്നുള്ള ഓപ്ഷൻ ശരിയാണെന്ന് പറയാം. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, അതിലെ ഓപ്ഷൻ ബാക്കിയുള്ളൂ. ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ എന്ന് പറയുന്നത് 5 1ൻ്റെയും 3ൻ്റെയും ഓപ്പോസിറ്റ് ആണ്. നമുക്ക് 5 അല്ല അഡ്ജസ്റ്റൻ്റ് ആണ്. 1ഉം 3ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആണ് അല്ലേ, ശരിയല്ലേ, 1ഉം 3യും അഡ്ജസ്റ്റൻ്റ് ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് എന്താണ്, ഇവിടെ നമുക്ക് 6 എടുക്കാം. 6 എന്താണ്, 2ൻ്റെയും 3ൻ്റെയും അഡ്ജസ്റ്റൻ്റ് ആണ്. 6 എടുക്കുക, 3 അഡ്ജസ്റ്റ് തൊട്ടിട്ടാണത്, 2ഉം തൊട്ടിട്ടാണുള്ളത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, ഇതിലും എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് പെയറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 6ഉം എന്താണ്, ഓപ്പോസിറ്റാണ്. 1ഉം 6ഉം ഓപ്ഷനിലില്ല. 4ഉം 2ഉം ഓപ്പോസിറ്റാണ്. അതിൽ 2ഉം 4ഉം ഓപ്പോസിറ്റാണ്, കറക്റ്റാണ്. ഓക്കെ, ക്ലിയർ. അടുത്തതും നേരത്തെ ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ മുകളിലെ ക്യൂബ് നോക്കിയിട്ട് താഴെയുള്ളത് ഓപ്പൺ ഡൈസ്. ഇനി ഓപ്പൺ ഡൈസ് ഏത് ഓപ്പൺ ഡൈസാണ് മാച്ച് ആവുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ആദ്യം എടുക്കുക. ഇവിടെ വെറുതെ ചുമ്മാ എം എടുക്കുക. എമ്മിൻ്റെ ഓപ്പോസിറ്റ് എൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ എമ്മും എന്നും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, ഓയും പിയും എന്താണ്, ഓപ്പോസിറ്റാണ്. ഓയും പിയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഓപ്പോസിറ്റ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്ക് ഓയും പിയും ഒരിക്കലും ഓപ്പോസിറ്റ് ആവാൻ പാടില്ല. അടുത്തെടുക്കുക, ക്യൂവും എന്നും ഇവിടെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെയും ക്യൂവും എന്നും ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ക്യൂവും എന്നും അഡ്ജസ്റ്റൻ്റ് ആണ് ആവേണ്ടത്, ഓപ്പോസിറ്റ് അല്ല ആവേണ്ടത്. ഓക്കെ, അടുത്തതിനും ഉണ്ട് ക്യൂവും എന്നും ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കുന്നത്, ഇതും അല്ല. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ ഇതേ ബാക്കിയുള്ളൂ, ഇതിനെ പറയാം. ഓക്കെ, ഇനി ശരിയാണെന്ന് നോക്കണമെങ്കിൽ നോക്കാം. എന്നും ഓയും ഓപ്പോസിറ്റാണ്. ഓയിൻ്റെ അടുത്തെവിടെയും എന്നില്ല. ഓക്കെ, എന്നിൻ്റെ അടുത്തെവിടെയും ഓയും ഇല്ല. ഓക്കെ, ക്യൂവും പിയും ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. യെസ്, പിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ക്യൂ ഇല്ല. ഇവിടെ ക്യൂവിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പിയും ഇല്ല. ഓക്കെ, എല്ലും എമ്മും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇവിടെ എല്ലിൻ്റെ അടുത്തൊന്നും എം ഇല്ല. ഇവിടെ എല്ലിൻ്റെ അടുത്തൊന്നും എം ഇല്ല. ഓക്കെ, വരുന്നില്ല, സിമ്പിളാണ്. അപ്പം ഡി തന്നെയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് സൈനുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. സിമ്പിളാണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇതാണ് സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ ബി ആയിരിക്കും ആൻസർ. ഇനി ഈ ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിലുണ്ടാകും. ഓക്കെ, അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവർ വീണ്ടും ഇതൊന്നും കൂടി കാണുക. ഡൗട്ടുള്ളവർ എന്നെ ഒന്ന് വിളിച്ചറിയിക്കുക. ഓക്കെ, താങ്ക് യു.